ഖം ഖംഗുമന്തി ശംഖം കടകമന്തി പങ്കം ചാകുകൈന ചക്രം ഖം ഖം ധർമ്മവേരി ശബ്ദം ജയമന്തി യുദ്ധം ജയിനികൈന സിദ്ധം ഹേ ഭയങ്കര. ക്രിഷ്, അവന്റെ പൊടി പോലും ആർക്കും കിട്ടരുത്. ഓക്കെ, അത് ഞാനേറ്റു. ക്രിഷ്, എന്റെ ബോസ്, എടാ ഈ ബോസ് വിളിയൊന്നും നടത്തിയേ. ഓഫീസിൽ മതി ബോസ് വിളിയൊക്കെ. ഇവിടെ ബോസ് ഒന്നും വിളിക്കണ്ട. നീ എന്നെ നോർമലി വിളിക്കുന്ന കണക്കങ്ങ് വിളിച്ചാൽ മതി. പറയടാ. ഇതാണ് നല്ല പോയി. എടാ, എനിക്കൊരു ഡൗട്ട് ഉണ്ട്. എന്താടാ? എടാ, ഞാൻ ഇവനെ ഷൂട്ട് ചെയ്തപ്പോ ആരോ ജനാലിന്റെ അടുത്ത് നിൽക്കുന്ന പോലെ എനിക്കൊന്ന് തോന്നി. അവിടെ എന്തോ സൗണ്ട് കേട്ടു. സൗണ്ടോ? ആരാ എന്നൊന്നും എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നത്, നിനക്ക് തോന്നുന്നത്, ഞാൻ ഒരു മിന്നായം പോലെ കണ്ടു. അതൊരു പെൺകുട്ടിയായിരുന്നു. പെൺകുട്ടി? നീ അപ്പൊ എന്നോട് പറഞ്ഞുവിടായിരുന്നോ? അപ്പൊ തന്നെ പറഞ്ഞായിരുന്നെങ്കിൽ ഞാൻ അവളെ കയ്യോട് പൊക്കിയെന്നുള്ളൂ. അതാരാന്ന് ഞാൻ കണ്ടു. ഞാൻ പറയുന്ന പോലെ നീ ഇപ്പൊ ചെയ്യണം. ഇവനെ പാക്ക് ചെയ്ത് ഞാൻ പറഞ്ഞ രീതിയിൽ ഡിസ്പോസ് ചെയ്തേക്ക്. അതിനുശേഷം കാവ്യന്റെ കൂടെ ഒരു കുട്ടി ഉണ്ടല്ലോ, മിസ് ജനനി. ആ കുട്ടീനെ എന്തിനാടാ? ശ്രീദേവിയെ പോലെ തന്നെ ജനനീനെ ബ്രൈഡൽ മേക്കപ്പ് ചെയ്തിട്ട് മണ്ഡപത്തിലോട്ട് കൊണ്ടുവന്നു. ആ കുട്ടീനെ എന്തിനാണ് ചെയ്യുന്നേ? അതുണ്ട്, ഞാൻ നിന്നോട് പറയാം എന്റെ പ്ലാൻ. അപ്പൊ ജനനിയാണ് നീ ഇവനെ ഷൂട്ട് ചെയ്തേക്കുന്ന കണ്ടേക്കുന്നത്. അതെ, അപ്പോ അവിടെ അങ്ങ് തട്ടിക്കളയാ. എടാ, മണ്ടത്തരം മാത്രം പറയാൻ. അവളിപ്പോ അറിയാതെ വന്ന് ഇതിൽ മാറ്റിയതാ. നീ ഒരു കാര്യം ചെയ്. എന്തായാലും ഞാൻ ശ്രീദേവിയെ കെട്ടത്തില്ല. അവളെയും അവളുടെ തന്തപ്പടിനെ ഒരു പാഠം പഠിപ്പിക്കണം. അപ്പൊ പിന്നെ ഇന്നെന്തായാലും എന്റെ കല്യാണം നടക്കണം. അതിപ്പോ പിന്നെ ജനനിയായാൽ എന്താ കുഴപ്പം? അത് വേണോ? നിന്റെ ലെവലുമായിട്ട് ആ കുട്ടി ചേർത്തില്ല. ലെവലിലൊക്കെ എന്തിരിക്കുന്നടാ? ഞാനും എൻ്റെ അച്ഛൻ്റെയോ ഈ കുടുംബത്തിൻ്റെയോ സ്വത്ത് കൊണ്ടൊന്നും അല്ലല്ലോ ഈ നിലയിൽ എത്തിയത്. സാധാരണക്കാരായി ജീവിച്ചു തന്നെയല്ലോ ഇത്രയും വലിയ നിലയിൽ നിൽക്കുന്നത്. അപ്പൊ പിന്നെ അത് കുഴപ്പമില്ല. പിന്നെ ഞാൻ നിന്നോട് ഒരു കാര്യം കൂടെ പറയാൻ മറന്നുപോയി. മറന്നേയല്ല, ടൈം ആവട്ടെ എന്ന് വിചാരിച്ചു. അതെന്താടാ? അത് ജനലിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം ഞാൻ കളക്ട് ചെയ്തിരുന്നു. എപ്പോ? നീ ലീവിലായിരുന്നല്ലോ കുറച്ചു നാള്, അമ്മച്ചിന്റെ അസുഖം കാരണം. അപ്പോ ഞാൻ സെബാസ്റ്റ്യനെ ചുമതലപ്പെടുത്തിയിരുന്നു അവളെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി. ആ കുട്ടിയെ നിനക്ക് നേരത്തെ അറിയോ? പിന്നല്ല, എൻ്റെ കാവ്യന്റെ സുഹൃത്തല്ലേടാ. അവളെപ്പോഴും ഇവിടെ ഉണ്ടാവും. കാരണം ഏറ്റവും കൂടുതൽ അവള് വളർന്ന ഓർഫനേജിലല്ല ഉണ്ടാവുന്നത്, ഈ വീട്ടിലാ. ഇവിടെ അവള് ഒരു മകളെ പോലെ. അപ്പൊ പിന്നെ എനിക്ക് അപരിചിതയായ ഒരു വ്യക്തിയല്ല അവള്. പിന്നെ അവളുടെ സ്വഭാവവും കുഴപ്പമില്ല. എനിക്ക് ചേർന്ന പെണ്ണ് തന്നെ. അപ്പോ ലപ്പാണല്ലേ? മനസ്സിലായി? അതിപ്പോഴാണ് മനസ്സിലായേ. എനിക്ക് തോന്നിയടാ, നീ ഏതോ കൊച്ചിന്റെ ഫോട്ടോ നോക്കിയിരുന്നപ്പോൾ എനിക്ക് തോന്നി നീ എവിടെയോ ഉടക്കിയിട്ടുണ്ടാവും. അത് ഈ കുട്ടിയാണെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. എടാ, അവക്കറിയത് എവിടെ നിന്ന്? അവൾ എന്നെ കണ്ടാൽ പേടിച്ചോണ്ട് അവള് പിറുപിറുക്കുന്ന കേൾക്കാം. എന്ത് ഡെവിളെയ്യുന്നു? ഡെവിളാ? കാവിന്റെ അടുത്ത് ഒരിക്കൽ ഞാൻ സംസാരിക്കാൻ വേണ്ടി പോയപ്പോ ഈ കുട്ടി ആ റൂമിൽ ഉണ്ടായിരുന്നു. അപ്പൊ ആളാങ്ക സംഖ്യ സംസാരിച്ച എന്താണെന്നറിയോ? എന്താടാ? എന്നെ കുറിച്ചുള്ള പരാതിയും പരിഭവങ്ങളുമാണ്. അതിന്റെ കൂട്ടത്തിൽ ഈ കൊച്ചു കുരുട്ടൂസും എന്നെ കുറിച്ച് കുറെ സംസാരിച്ചു. അവർക്ക് എന്നെ കാണുന്ന പേടിയാണെന്ന് പോലും, ഞാൻ ഡെവിളാണെന്ന് പോലും, എനിക്ക് ഭയങ്കര പവറാണെന്ന്, ജാടയാണെന്നൊക്കെ. എടാ, നിന്നെ കുറിച്ചാണ് ഇങ്ങനെ പറഞ്ഞു. നിനക്ക് എവിടെന്താടാ പവർ? എനിക്കല്ലേ അറിയത്തുള്ളൂ. ഈ രണ്ടെണ്ണം കീഴിക്കഴിഞ്ഞ അവളാരാണ്? എടാ, എന്നെ നാണം കെടുത്തിയൊന്നും വേണ്ട നീ.
ഞാനൊട്ടും മോശക്കാനല്ല, അതറിയാടാ ഉള്ളേ. നീപ്പാ പോയി റെഡിയാവും. ആ കുട്ടീനെ മേക്കപ്പ് ചെയ്യാൻ ഞാൻ പറഞ്ഞേക്കാം. പറ എങ്കിൽ ഞാൻ പോയി ഒരുങ്ങട്ടടാ. നീ കൂടെ ഒന്ന് ഒരുങ്ങിക്കോ, എന്നെ ആര് കേട്ടാനാ? ഞാൻ ഈ വേഷമൊക്കെ മതി. നാണം കെടുത്താറ, പോയി ഒരുങ്ങിയിട്ട് പറ. ആ കുട്ടീനെ ഒരുക്കി നിർത്താൻ പറ. എടാ അപ്പൊ ചോദ്യം വരത്തില്ലേ? അത് വേറെ എന്തെങ്കിലും പറഞ്ഞ് നീ ഒഴിവാക്ക്. ആ ശരി. ആ കുട്ടിയായിരിക്കും എന്റെ ബ്രൈഡ്. ഓക്കെ ശരി, നടക്കട്ടെ. കൊച്ചിഗള്ള് ഓടപറ്റി ഓടത്തെണ്ടി. ശരി.